ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അയൺ ഇംപ്ലാന്റേഷൻ പ്രോസസ് ആണ്. ഫോറിൻ പാർട്ടിക്കിൾസ്, അതായത് ഡോപ്പൻ സബ്സ്ട്രേറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അയൺ ഇംപ്ലാന്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ അയണൈസ്ഡ് ചാർജ് പാർട്ടിക്കിൾസ് ലൈക്ക് ബോറോൺ, ഫോസ്ഫറസ്, ആഴ്സനിക് ഇത്തരം അയോൺസിനെ ഹൈ കൈനറ്റിക് എനർജി കൊടുത്ത് സബ്സ്ട്രേറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ചാർജ് പാർട്ടിക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദർ വിൽ ബി സീരീസ് ഓഫ് കൊളിഷൻ വിത്ത് സബ്സ്ട്രേറ്റ് ആറ്റംസ്. ഓരോ കൊളിഷനിലും ചാർജ് പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. എപ്പോഴാണോ കൈനറ്റിക് എനർജി സീറോ ആകുന്നത്, അറ്റ് ദാറ്റ് ടൈം ദ ചാർജ് പാർട്ടിക്കിൾ വിൽ ബി ഇംപ്ലാന്റഡ് അറ്റ് പർട്ടിക്കുലർ ഡെപ്ത്. ആ ഒരു പർട്ടിക്കുലർ ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾസ്. ആ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക. അയൺ ഇംപ്ലാന്റേഷൻ പ്രോസസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു അയൺ സോഴ്സ്, ഫോർ എക്സാമ്പിൾ ഫോസ്ഫറസ് അയോൺസ് ആണ് നമുക്ക് സബ്സ്ട്രേറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളതെങ്കിൽ ഫോസ്ഫറസിൻ്റെ സോഴ്സ് എടുക്കും. ഫോർ എക്സാമ്പിൾ ഫോസ്ഫൈൻ PH3. അത് നമ്മൾ അയണൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ഫോസ്ഫറസ് ആൻഡ് ഹൈഡ്രജൻ അയോൺസ്. മാഗ്നറ്റിക് ഫിൽറ്റർ വെച്ച് ഫോസ്ഫറസ് അയോൺസ് മാത്രം നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഫോസ്ഫറസ് അയോൺസ് മാത്രം നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പാസ് ചെയ്യും. ദർ വിൽ ബി ബീം കൺട്രോളർ. ഇപ്പോൾ ചാർജ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ദർ വിൽ ബി ആക്സിലറേറ്റർ. ഹൈ കൈനറ്റിക് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്സിലറേറ്റർ യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ദെൻ അഗെയിൻ ദർ വിൽ ബി എക്സ് ആൻഡ് വൈ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്. നമുക്ക് സബ്സ്ട്രേറ്റിലോട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് XY ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ബീം കൺട്രോളേഴ്സ്. ചാർജ് പാർട്ടിക്കിൾ സബ്സ്ട്രേറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡോപ്പിംഗ് വേണ്ടാത്ത സ്ഥലത്ത് തിക്ക് ഓക്സൈഡ് വെച്ച് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു തിക്ക് ഓക്സൈഡാണ് മാസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷീൽഡ് എന്ന് പറയും. അപ്പോൾ അവിടെ ഓപ്പണിംഗ് ഉള്ള സ്ഥലത്ത് ഡോപ്പൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഡോപ്പിംഗ് നടക്കും. ഓക്കെ, ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത് ചാർജ് പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ പ്രൊഫൈലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ചാർജ് പാർട്ടിക്കിൾ സബ്സ്ട്രേറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദർ വിൽ ബി സീരീസ് ഓഫ് കൊളിഷൻ വിത്ത് സബ്സ്ട്രേറ്റ് ആറ്റംസ്. കൂടുതൽ കൊളിഷൻസ് ഉണ്ടെങ്കിൽ ഡോപ്പൻസ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, റേഞ്ച് കുറയും. അറ്റ് ദ സെയിം ടൈം കൊളിഷൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഡോപ്പൻ്റ് അയോൺസ് വളരെയധികം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും, റേഞ്ച് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ മാക്സിമം കോൺസെൻട്രേഷൻ വരുന്നത് അറ്റ് ദ സെൻറ്റർ. ദെൻ ആ ഒരു സ്കാറ്ററിങ്ങിലുള്ള ഡിഫറൻസ് കാരണം പ്രൊജക്റ്റഡ് റേഞ്ചിൽ വേരിയേഷൻ വരാം. ആ ഒരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കോൺസെൻട്രേഷൻ വിൽ ബി അറ്റ് ദ സെൻറ്റർ. ഒരു കൈനറ്റിക് എനർജി വേരി ചെയ്ത് ഈ ഒരു പ്രൊജക്റ്റഡ് റേഞ്ച് നമുക്ക് വേരി ചെയ്യിക്കാം. സോ മാക്സിമം കോൺസെൻട്രേഷൻ വിൽ ബി അറ്റ് ദ സെൻറ്റർ അറ്റ് ദിസ് പോയിൻറ്റ്. ദിസ് ഈസ് കോൾഡ് ദ പ്രൊജക്റ്റഡ് റേഞ്ച്. ദെൻ ആ ഒരു സ്കാറ്ററിങ് വേരിയേഷൻ വരുന്നത് കാരണം ചേഞ്ച് ഇൻ പ്രൊജക്റ്റഡ് റേഞ്ച് വരുന്നുണ്ട്. ദറ്റ് ഈസ് ഡെൽറ്റ RP. ദറ്റ് ഈസ് സ്കാറ്റർ ഓർ സ്ട്രാഗിൾ. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ആ ഒരു ഇക്വേഷൻ നോക്കുക. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ദറ്റ് ഈസ് N വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് X. അവിടെ Q എന്ന് പറയുന്നത് ഡോസ് ഓഫ് അയൺ ബീം ഓർ ഡോസേജ്. ദെൻ RP എന്ന് പറയുന്ന പ്രൊജക്റ്റഡ് റേഞ്ച്. ഡെൽറ്റ RP ഈസ് ദ സ്കാറ്റർ. ദെൻ ആ ഒരു ടേബിൾ കൂടി ചെക്ക് ചെയ്യുക. ഡിഫറെൻറ്റ് കൈനറ്റിക് എനർജിയിലുള്ള ഡെൽറ്റ RPയും RPയും ആണ് അവിടെ തന്നിരിക്കുന്നത് ഫോർ ഡിഫറെൻറ്റ് ചാർജ് പാർട്ടിക്കിൾസ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾസിൽ ഒരു മെജോറിറ്റി, അതായത് 80% വിൽ ബി വിത്തിൻ ദ സ്കാറ്റർ റീജിയൻ. ദറ്റ് ഈസ് വിത്തിൻ ദ ഡെൽറ്റ RP റീജിയൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിഫ്യൂഷൻ പ്രോസസ്. ഡോപ്പൻ സബ്സ്ട്രേറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള രണ്ട് പ്രോസസ്സാണ് മെയിനായിട്ട് വരുന്നത്. ദറ്റ് ഈസ് അയൺ ഇംപ്ലാന്റേഷൻ പ്രോസസ് ആൻഡ് ഡിഫ്യൂഷൻ പ്രോസസ്. അയൺ ഇംപ്ലാന്റേഷൻ പ്രോസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ് നടക്കുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. ദെൻ ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ്. ഇവിടെ ഡോപ്പൻസ് മൂവ് ചെയ്യുന്നത് ഫ്രം ദ ഹൈ കോൺസെൻട്രേഷൻ ടു ദ ലോ കോൺസെൻട്രേഷൻ. ഡോപ്പിംഗ് പ്രൊഫൈൽസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഡിഫ്യൂഷൻ പ്രോസസ് ആൻഡ് അയൺ ഇംപ്ലാന്റേഷൻ പ്രോസസ്. അയൺ ഇംപ്ലാന്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡയറക്ഷനിലാണ്. കൈനറ്റിക് എനർജി വേരി ചെയ്ത് പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഡിഫ്യൂഷൻ പ്രോസസ്സിൽ നടക്കുന്നത് സ്പ്രെഡിങ് ഓഫ് ഡോപ്പൻസ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് വെൻ കമ്പയർഡ് വിത്ത് അയൺ ഇംപ്ലാന്റേഷൻ പ്രോസസ്. അയൺ ഇംപ്ലാന്റേഷൻ പ്രോസസ് വളരെ ആക്യുറേറ്റ് ആണ്, ഡയറക്ഷനാണ്, ബട്ട് അവിടെ ക്രിസ്റ്റൽ ഡാമേജസ് വരാം. ദെൻ ഡിഫ്യൂഷൻ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
ദെൻ അവിടെ കോസ്റ്റ് കുറവാണ്. ബട്ട് ഹൈ ടെമ്പറേച്ചറിലാണ് നമുക്കത് ട്രീറ്റ് ചെയ്യാനുള്ളത്. ആക്യുറസി വളരെ കുറവാണ് വെൻ കമ്പയർഡ് വിത്ത് അയൺ ഇംപ്ലാന്റേഷൻ പ്രോസസ്. ഡിഫ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫിക്സ് ലോസ്. ഫിക്സ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ ഉണ്ട്. ഫിക്സ് ഫസ്റ്റ് ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ഡോപ്പൻസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ദ ലോവർ കോൺസെൻട്രേഷൻ അക്രോസ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഡോ എൻ എഫ് എക്സ് ഡിവൈഡ് ബൈ ഡോ എഫ് എക്സ്. അതിൽ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന ഡിഫ്യൂഷൻ ഫ്ലക്സ്, ക്യാപിറ്റൽ ഡി ഈസ് diffusion coefficient or diffusivity, n is the concentration and x is the position. Then fixed second law, that is prediction of change in concentration with respect to time due to the diffusion is dou t of n is equal to diffusivity multiplied with second derivative of concentration with respect to the position. Diffusion equation solution വേണ്ടിയിട്ട് ഇനിഷ്യൽ കണ്ടീഷൻസും ബൗണ്ടറി കണ്ടീഷൻസും നമുക്ക് ചെക്ക് ചെയ്യാം. ഇനിഷ്യൽ കണ്ടീഷൻ അതായത് ഡിഫ്യൂഷൻ ടൈം 0 ആയിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ വിൽ ബി ഈക്വൽ ടു 0. അതായത് ഡിഫ്യൂഷൻ പ്രോസസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ദർ ഇസ് നോ ഇംപ്യൂരിറ്റി ഇൻ ദ സബ്സ്ട്രേറ്റ് വെൻ ഡിഫ്യൂഷൻ പ്രോസസ് ബിഗിൻസ്. ദെൻ ബൗണ്ടറി കണ്ടീഷൻസ് നോക്കാം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, അതായത് എൻ ഓഫ് 0, t will be equal to n suffix s, which is the concentration at the surface exposed to the dopants. എക്സ്ട്രീം ടോപ്പ് പോർഷൻ ഓഫ് സബ്സ്ട്രേറ്റിൽ ഉള്ള കോൺസെൻട്രേഷനാണ് എൻ ഓഫ് എസ് എന്ന് പറയുന്നത് വെൻ എക്സ് ഇസ് ഇക്വൽ ടു 0. ദെൻ എക്സ് ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഇൻഫിനിറ്റി ടി വിൽ ബി ഈക്വൽ ടു 0. അതായത് ഡോപ്പൻസ് എന്ന് പറയുന്നത് ലോക്കലൈസ്ഡ് ആണ്. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്യാണ്. ദെൻ എക്സ് ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 0. So the solution of diffusion equation with this condition, concentration of x, t will be equal to surface concentration into complementary error function ERFC എന്ന് പറയുന്നത് complementary error function of x divided by 2 square root of d into t. Capital D എന്ന് പറയുന്നത് diffusivity ആണ്. Complementary error function എന്ന് പറയുന്നത് 1 minus error function ഈ ഒരു ഫോമാണ്. Then diffusivity of silicon with common dopants, natural log of square root of diffusivity will be equal to a t dash plus b. ഇതിൽ എയും ബി എന്ന് പറയുന്ന കോൺസ്റ്റൻസ് ആണ്. ടി ഡാഷ് എന്ന് പറയുന്നത് 1000 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ടി. ടി എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. കോൺസ്റ്റൻസ് എ ആൻഡ് ബി ഫോർ കോമൺ ഡോപ്പൻസ് ആണ് ആ ഒരു ടേബിളിൽ തന്നിരിക്കുന്നത്. അത് ചെക്ക് ചെയ്യുക.